സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ പദ്ധതിയായ RRTS കേരളത്തിൽ പ്രായോഗികമല്ലെന്ന് മെട്രോമാൻ ഇ ശ്രീധരൻ. സർക്കാരിന്റേത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്നും ശ്രീധരൻ പറഞ്ഞു. ഹൈസ്പീഡ് റെയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോകുമെന്ന് പ്രഖ്യാപിച്ച ഇ ശ്രീധരൻ സംസ്ഥാന സർക്കാർ സഹകരിച്ചില്ലെങ്കിൽ കേന്ദ്രം വഴി കാണുമെന്ന നിലപാടിലാണ്. ഹൈസ്പീഡ് റെയിൽ എന്ന ഇ ശ്രീധരന്റെ ആശയം തള്ളിക്കൊണ്ടാണ് ബജറ്റിൽ RRTSുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ ഇത് RRTS പ്രായോഗികമല്ല എന്നാണ് ഇ ശ്രീധരന്റെ നിലപാട്. അത് ചെറിയ ദൂരത്തിൽ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ ചേർത്തിണക്കാൻ അതിവേഗ റെയിൽ സംവിധാനമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, അതേപോലെ പരമാവധി ചെങ്ങന്നൂർ വരെയൊക്കെ RRTSന് സാധ്യതയുള്ളൂ. അതിനപ്പുറം ഇത് പ്രായോഗികമല്ല എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. ആരാണ് മുഖ്യമന്ത്രിക്ക് ഇത്തരം കാര്യങ്ങൾ ഉപദേശിച്ച് കൊടുക്കുന്നത് എന്നൊരു ചോദ്യവും ശ്രീധരൻ ഉന്നയിക്കുന്നുണ്ട്. താൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ പ്രൊജക്റ്റുമായിട്ട് അതിൻ്റെ സർവേ നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോകും. ആദ്യഘട്ടത്തിൽ അതിൻ്റെ നടപടികളെടുക്കും. 2-ാം തീയതി പൊന്നാനിയിൽ ഓഫീസിൻ്റെ പ്രവർത്തനം തുടങ്ങും. 15-ാം തീയതി മുതൽ ഇതിൻ്റെ നടപടികൾ ആരംഭിക്കും. ഭൂമി ഏറ്റെടുക്കുന്നതിൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിൻ്റെ സഹായം ആവശ്യമുള്ളത്. മറ്റെല്ലാം കേന്ദ്രത്തിന് ചെയ്യാൻ കഴിയുന്നതേ എന്നും അദ്ദേഹം പറയുമ്പോൾ സംസ്ഥാന സർക്കാരുമായി നേരിട്ടൊരു ഏറ്റുമുട്ടലിനാണോ എന്ന ചോദ്യത്തിന് ആരായിരിക്കും ഇനി ഭരിക്കുക എന്ന് പറയാനാകില്ല എന്നൊരു മറുപടിയാണ് ഈ ശ്രീധരൻ പറയുന്നത്. ചുരുക്കത്തിൽ താൻ മുന്നോട്ട് വെച്ച ഹൈസ്പീഡ് റെയിൽ എന്ന ആശയവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ശ്രീധരൻ്റെ തീരുമാനം. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ഈ ശ്രീധരൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ഇപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് ബജറ്റിലെ പ്രഖ്യാപനം കൂടി കണക്കിലെടുക്കുമ്പോൾ ചേർത്ത് വായിക്കേണ്ടത്. പക്ഷേ താഴെ തട്ടിൽ കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് പ്രതിഷേധങ്ങൾ ഇല്ലാതെയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നൊരു പ്രതീക്ഷയാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ കേന്ദ്രത്തിൻ്റെ സഹായവും തനിക്ക് ഉണ്ടാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ വയ്ക്കുന്നു. 15-ാം തീയതി മുതൽ ഈ ഒരു നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് എന്താകുമെന്നുള്ളതാണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപക്ഷേ ശ്രീധരനുമായിട്ട് ആദ്യത്തെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ച് ഈ ഒരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ സഹകരിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുമായി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഈ ശ്രീധരൻ്റെ പദ്ധതി ആലോചന. പൊന്നാനിയിൽ നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.